SSLCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ എല്ലാ ദിവസവും തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ച വരെ വൈകുന്നേരം 7 മണിക്ക് SSLC കുട്ടികൾക്കുള്ള ലൈവ് ഇടുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് 17-ാം തീയതി നമ്മുടെ മോഡൽ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാല്ലേ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് SSLC കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതിന്റെ ലിങ്ക് നമ്മൾ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അപ്പൊ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് വൈകാതിരിക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വൈകും തോറും നമുക്ക് ഇനി ടൈം കുറവാണ്. ഈ ഒരു മാസമുള്ളൂ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ. നമുക്ക് മോഡൽ എക്സാമിന് മുമ്പായിട്ട് എല്ലാം പഠിച്ച് തീർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിനകത്ത് ചാപ്റ്റർ 7 ആണ്. ഓക്കെ, യൂണിറ്റ് 7 ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫിൽ ദ റിലേഷൻ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. നമ്മൾ ആ റിലേഷൻ നോക്കിയിട്ട് നമ്മൾ ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഇടയ്ക്ക്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ, അത് തന്നെയാണ്. നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലാങ്ക് ഫിൽ ചെയ്യുക. LNG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. CNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, LNG എന്ന് പറയുന്നത് മീതേൻ ആണ്. ബയോഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, മെതേൻ ആണ്. ഓക്കെ, മാറിപ്പോവരുത് കേട്ടോ. വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് റെസ്പോൺസിബിൾ ടു ദി സ്ട്രോങ് സ്മെൽ ഓഫ് LPG യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്. നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഏത് സബ്സ്റ്റൻസ് ആണ് ഈ നമ്മുടെ LPGക്ക് സ്മെൽ ഉണ്ടല്ലേ, ആ സ്മെൽ ഉണ്ടാവുന്നതിന് കാരണം എന്തിന്റെ പ്രസൻസ് ആണ്, ഈഥൈൽ മെർകാപ്റ്റൻ. ഓക്കെ, പഠിച്ചു വെക്കണേ. വാട്ട് ആർ ദ പാർട്ടിക്കിൾസ് ആൻഡ് റേഡിയേഷൻ സ്പ്രെഡ് ഔട്ട് ഡ്യൂറിങ് ന്യൂക്ലിയർ ഡീകേ. ന്യൂക്ലിയർ ഡീകേക്ക് വരുന്ന പാർട്ടിക്കിൾസ് ഏതാണ്, ആൽഫ ബീറ്റ ഗാമ. ആൽഫ ബീറ്റ ഗാമ കറക്റ്റ് ആയിട്ട് പഠിച്ചോളൂ. Which of the following is the energy transformation take place in the solar cell? എന്ത് സോളാർ ട്രാൻസ്ഫോർമേഷനില് സോളാർ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എന്ത് എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്താണ്, ലൈറ്റ് എനർജി എന്തായിട്ട് മാറാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരുവാണ്. ഓക്കെ, കോൾ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 4. കോളിന് നമുക്ക് 4 ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്, പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് കോൾ. ഓക്കെ, ഇങ്ങനെ 4 ആയിട്ടാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ. എന്ത് ബേസിസിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്, എന്തിന്റെ ബേസിസിലാണ്, ഓൺ ബേസിസ് ഓഫ് കാർബൺ പ്രസന്റ് ഇൻ ഇറ്റ്. ഇതിനകത്ത് എന്തോരം കാർബൺ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ കോളിനെ എന്ത് ചെയ്യുന്നത്, 4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, സജസ്റ്റ് എ ഫ്യൂ മെത്തേഡ് ടു റെഡ്യൂസ് ദ എനർജി ക്രൈസിസ്. എനർജി ക്രൈസിസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക, യൂസ് എനർജി ജുഡീഷ്യസ്ലി. അതായത് നമ്മൾ അത്യാവശ്യത്തിന് മാത്രം നമ്മൾ യൂസ് ചെയ്യാം എനർജി. യൂസ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി സച്ച് ആസ് സോളാർ എനർജി ആസ് മച്ച് പോസിബിൾ. കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, സോളാർ എനർജീനെ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുക. കൺസ്ട്രക്ട് ഹൗസസ് ടു റിസീവ് സഫിഷ്യന്റ് സൺലൈറ്റ് ആൻഡ് എയർ സർക്കുലേഷൻ. അത്യാവശ്യം നല്ല വെട്ടം വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഏതെങ്കിലും ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോൾ ചെയ്യാനായിട്ട്. നമ്മൾ ഇരുട്ട് പിടിച്ച രീതിയിലാണ് നമ്മൾ ബിൽഡിംഗ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റ് ആവശ്യം വരും അല്ലെ. അതുപോലെ നമ്മൾ പെയിന്റ് അടിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്യുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. ലൈറ്റ് കളേഴ്സ്, വൈറ്റ് കളറ് അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഒക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ റൂമിൽ ലൈറ്റ് കൂടുതൽ കിട്ടും, വെട്ടം കൂടുതലായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വെട്ടം കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഇൻ ആൻ LPG cylinder its expiry date is marked as B25. What is the expiry date of the cylinder? സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്, അപ് ടു ജൂൺ 2025 എന്നാണ്. മനസ്സിലായോ, B25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. If the expiry date were March 2024, how would it be marked? എങ്ങനെയായിരിക്കും നമ്മളപ്പോ മാർക്ക് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യേണ്ടി വരും, A24 എന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ, A24 എന്ന് കൊടുക്കേണ്ടി വരും. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. Give 3 source of energy from C. സിയിൽ നിന്ന് കിട്ടുന്ന 3 ടൈപ്പ് എനർജികൾ ഏതൊക്കെയാണ്,
എനർജി ഫ്രം വേവ്, ടൈഡൽ എനർജി, ഓഷൻ തെർമൽ എനർജി. ഇതാണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, മാച്ച് ദ ഫോളോവിങ് ആണ്. ജിയോ തെർമൽ എനർജി ഹോട്ട് സ്പോട്ടിലാണ് വരിക, ഇവിടെ ഗ്രീൻ എനർജി ആണ് വരിക. ന്യൂക്ലിയർ എനർജി ആവുമ്പോൾ ആറ്റം ബോംബാണ്, ഈക്വൽ ടു mc², കേട്ടിട്ടുള്ളതല്ലേ. പിന്നെ കോൾ ആണെങ്കിൽ ഫോസിൽ ഫ്യൂവൽ ആണ്, കാർബൺ ആണ്. LPG ആണെങ്കിൽ പെട്രോളിയം ഫ്യൂവൽ ആണ്, ബ്യൂട്ടേൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കിക്കേ, ഹൈഡ്രജൻ ഈസ് എ ഫ്യൂവൽ ഹാവിംഗ് ഹൈ കാലോറിക് വാല്യൂ. നന്നായിട്ട് കലോറിക് വാല്യൂ ഉള്ള ഒരു ഫ്യൂവൽ ആണ് എന്ത്, ഹൈഡ്രജൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ കാലോറിക് വാല്യൂ? എന്താണ് കാലോറിക് വാല്യൂ? കാലോറിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? It is the heat energy liberated by complete combustion of 1 kg fuel. 1 കിലോഗ്രാം ഫ്യൂവല് ഫുൾ ആയിട്ട് കത്തിത്തീരാൻ വേണ്ടി വരുന്ന ഹീറ്റ് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കലോറിക് വാല്യൂ എന്ന് പറയുന്നത്. Why is hydrogen considered as eco-friendly fuel? ഹൈഡ്രജനെ നമ്മൾ eco-friendly ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? The combustion of hydrogen doesn't release any gas. ഗ്യാസുകൾ ഒന്നും എന്ത് ചെയ്യില്ല, റിലീസ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, യൂസ്ഫുൾ ആണ്. ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഹാർംഫുൾ അല്ല, അതുകൊണ്ടാണ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാൻ. എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിന് ഒരു രീതിയിലുള്ള ദോഷവും ഉണ്ടാക്കാത്ത ഏതെങ്കിലും ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. പ്ലാസ്റ്റിക് എക്കോ ഫ്രണ്ട്ലി ആണോ? അല്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താണെന്ന് മനസ്സിലായിണ്ടാവുമല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. Despite having many merits as a fuel, why is hydrogen not used for domestic purpose? Domestic purpose നമ്മൾ ഹൈഡ്രജൻ യൂസ് ചെയ്യാറില്ല. അതിന്റെ കാരണം എന്താ? ഹൈഡ്രജൻ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. എന്താണ്? നന്നായിട്ട് പെട്ടെന്ന് കത്തുന്നതാണ്, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ആണ്. പെട്ടെന്ന് കത്തും, പെട്ടെന്ന് അത് സ്ഫോടക വസ്തുവായിട്ട് ഭയങ്കരമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യും. ഒരു സ്ഥലത്ത് കത്ത് പിടിച്ചെങ്കിൽ ഭയങ്കരമായിട്ട് കത്ത് വരുന്ന ഒരു സംഭവമാണിത്. അപ്പോ സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട്, നമുക്ക് കൊണ്ടു നടക്കാനും സ്റ്റോർ ചെയ്യാനും അതുകൊണ്ട് ഹൈഡ്രജൻ വളരെ ബുദ്ധിമുട്ടാണ്. ന്യൂക്ലിയർ എനർജി ഈസ് ആൻ അബണ്ടന്റ് സോഴ്സ് ഓഫ് എനർജി. വാട്ട് ഈസ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ? എന്താണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ? ഇറ്റ് ഈസ് ദ സെന്റർ വേർ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ന്യൂക്ലിയർ എനർജി ഒബ്റ്റൈൻഡ് ത്രൂ ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷൻ വഴി ഉണ്ടാവുന്ന ന്യൂക്ലിയർ എനർജീനെയാണ് നമ്മൾ അതിക്കൂടെ എന്ത് ചെയ്യും, സെന്റർ ഓഫ് വേർ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാണ്, അവിടെ ഇലക്ട്രിസിറ്റിയുടെ ഒരു സെന്റർ ആണ്, അവിടെ നിറച്ച് ഇലക്ട്രിസിറ്റി ആയിരിക്കും. എങ്ങനെയാണ് ഇത് വന്നേ, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന? ന്യൂക്ലിയർ എനർജിയിൽ നിന്ന്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ന്യൂക്ലിയർ എനർജിയിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ഒബ്റ്റൈൻഡ് ത്രൂ ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വന്നു കഴിയുമ്പോൾ ന്യൂക്ലിയർ എനർജി അവിടെ ഉണ്ടാവും. ഈ ന്യൂക്ലിയർ എനർജി ഫോം ചെയ്യുന്നത് കൊണ്ട് എന്താ അവിടെ ഫോം ചെയ്യും, ഇലക്ട്രിസിറ്റി ഫോം ചെയ്യും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഏത് ന്യൂക്ലിയർ ഫ്യൂവൽ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ? ഏത് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ ഏതാണ്? എൻറിച്ച് യുറേനിയം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഐഡന്റിഫൈ ദ സിമ്പിൾ ഷോൺ ഹിയർ. ഇതേ ഇവിടെ ഒരു സിമ്പിൾ കണ്ടോ, ഈ സിമ്പിൾ എന്തിന്റെയാണ്? വാർണിംഗ് അഗേൻസ്റ്റ് ന്യൂക്ലിയർ റേഡിയേഷൻ. ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടെന്നുള്ള തന്നെ ഉള്ള വാർണിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എ നമ്പർ ഓഫ് വാല്യുബിൾ പ്രൊഡക്ട്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ ദ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ. കോളിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കൊണ്ട് നമുക്ക് കുറെ വാല്യുബിൾ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. വാട്ട് ആർ ദ മെയിൻ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് ബൈ ദിസ് പ്രോസസ്? കൂടുതൽ മെയിൻ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? കോക്ക്, കോൾ ഗ്യാസ്, കോൾ ടാർ ആൻഡ് അമോണിയം. ഇത്രയും പ്രൊഡക്റ്റുകളാണ് മെയിൻ ആയിട്ട് കിട്ടുന്നത്. വിച്ച് ഈസ് ദ സോളിഡ് ഫ്യൂവൽ എമംഗ് ദം? ഇതിൽ സോളിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് 3 സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിൽ സോളിഡ് ആയിട്ട് വരുന്നത് ഏതാണ്? കോക്ക് ആണ്. ഓക്കെ, നെയിം ദ പ്രൊഡക്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? അമോണിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി അടുത്ത് പറയണേ, ചെക്ക് വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ്. കറക്റ്റ് ദ ഫോൾസ് വൺസ്. അതായത് കറക്റ്റ് ആണോ ഫോൾസ് ആണോ കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കുക. തെറ്റാണെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കി എഴുതുക. ഫസ്റ്റ് വൺ നോക്കിയേ, സോളാർ എനർജി ഈസ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ് അല്ലെ. കോക്ക് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം ആണോ? അല്ല, ഫോൾസ് ആണ്. എങ്ങനെയാണത്? കോക്ക് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ ആണ്. കോളിന് ഡിസ്റ്റിലേഷൻ വരുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്, പെട്രോളിയത്തിൽ നിന്നല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, എനർജി ഫ്രം റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഈസ് കൺസിഡേർഡ് ആസ് ബ്രൗൺ എനർജി ആണോ? ആണ്.
LPG is a colorless and odorless gas obtained by fractional distillation of petroleum. പെട്രോളിയത്തിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ് വഴിയാണ് എന്തുണ്ടാകുന്നത്? LPG ഉണ്ടാവണേ. ആണോ? ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലാർജ് എമൗണ്ട് ഓഫ് എനർജി ക്യാൻ ബി ജനറേറ്റഡ് ഫ്രം ന്യൂക്ലിയർ റിയാക്ഷൻ. ന്യൂക്ലിയർ റിയാക്ഷനിൽ നിന്നാണ് കൂടുതൽ എനർജി നമുക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ടു ന്യൂക്ലിയർ റിയാക്ഷൻസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ന്യൂക്ലിയർ എനർജി? ന്യൂക്ലിയർ എനർജി കിട്ടുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് റിയാക്ഷൻ തന്നെ ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട്. ഓക്കെ, പ്രൊവൈഡ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് റിയാക്ഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Process in which lighter nuclei like hydrogen are combined to form heavier ones. അതായത് ചെറിയ ഹെവിയർ ആയിട്ടുള്ള ന്യൂക്ലിയർ ഒക്കെ എടുത്തിട്ട് ഹൈഡ്രജൻ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അത് എന്ത് ചെയ്യാം? കമ്പൈൻ ടു ഫോം ഹെവിയർ വൺസ്. ചെറുതായിട്ട് ചെറിയ മോളിക്യൂളായിട്ട് മാറും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് വിച്ച് ഹെവി ന്യൂക്ലിയസ് ലൈക്ക് യുറേനിയം പോലെയുള്ള ഹെവി ന്യൂക്ലിയസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മറ്റേതിൽ എന്താ യൂസ് ചെയ്തത്? ചെറിയ ഹെവി ആയിട്ടുള്ളതാണ്. ഇവിടെ മറ്റേതിൽ ലൈറ്റർ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആവും. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് എളുപ്പമാണ് കേട്ടോ. ഇത്തെ എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ വലിയ ന്യൂക്ലിയസ് ആയിട്ടിരിക്കുന്ന യുറേനിയം ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ലൈറ്റർ ആയിട്ട് അതിന് സ്പ്ലിറ്റ് ചെയ്യും. അതിനെ പല ചെറിയ പാർട്ടായിട്ട് മാറ്റിയെടുക്കും. ഓക്കെ, അങ്ങനത്തെ ആ ഒരു പ്രോസസ്സിൽ വരുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ. ഒന്നിനോട് ഓപ്പോസിറ്റ് ആണ് പഠിച്ചു വെക്കുക. എക്സാമ്പിളും പഠിച്ചു വെക്കുക. എളുപ്പമായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. Fuels are the substances which release large amount of heat energy on combustion. What are the properties that a good fuel must have? ഒരു നല്ല ഫ്യൂവലിന് ആവശ്യമുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹൈ കലോറിക് വാല്യൂ ഉണ്ടാവണം. അതുപോലെ പൊല്യൂഷൻ മസ്റ്റ് ബി മിനിമം. ചെറിയ പൊല്യൂഷൻ ഉണ്ടാക്കാൻ പാടുള്ളൂ. എക്കോ ഫ്രണ്ട്ലി ആവണം കൂടുതലും. ലോ കോസ്റ്റ് ആയിരിക്കണം. ഭയങ്കര പൈസ കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഫ്യൂവൽസ്? ഇല്ല. ഈസിലി അവൈലബിൾ, പെട്ടെന്ന് കിട്ടുന്നതും ആയിരിക്കണം. ഓക്കെ, പിന്നെ വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ പാർഷ്യൽ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ? ഫ്യൂവൽ ഫുൾ ആയിട്ട് കത്തിത്തീരാതെ കുറച്ച് മാത്രം കത്തിത്തീരുന്നതാണ് പാർഷ്യൽ കമ്പസ്റ്റൻ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? പാർഷ്യൽ, കുറച്ച് മാത്രം. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും? ഈസിലി സ്റ്റോറബിൾ. ഒരു മിനിറ്റ്, ലോസ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ് ഒന്നുകൂടി ഞാൻ പറയട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് എ ഗുഡ് ഫ്യൂവൽ മസ്റ്റ് ഹാവ് നമ്മൾ പറഞ്ഞു. വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ പാർഷ്യൽ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ? നമ്മൾ ഈ ഫ്യൂവൽ ഫുൾ ആയിട്ട് കത്തി തീർന്നില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസാ വരുന്നതെന്നാണ് പറയുന്നത്. ലോസ് ഓഫ് ഫ്യൂവൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ആവശ്യത്തിനുള്ള ഫ്യൂവൽ കിട്ടില്ല. ഫുള്ള് കത്തിയാലാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്യൂവൽ കിട്ടുള്ളൂ. പിന്നെ കോസിങ് പൊല്യൂഷൻ, നമുക്ക് പൊല്യൂഷൻ കൂടുതലായിരിക്കും. എയർ പൊല്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് പൊല്യൂഷൻ ആയാലും നമുക്ക് കൂടുതലായിരിക്കും. ഓക്കെ, നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും. പലതരത്തിലുള്ള പൊല്യൂഷൻസ് ആയിരിക്കാൻ വരാം. അത് ഏത് ഫ്യൂവൽ ആണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗിവ് എ ഫ്യൂ സജഷൻസ് ഫോർ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ. ഫ്യൂവൽ കമ്പസ്റ്റൻ കംപ്ലീറ്റ് നടക്കുന്നതിന് വേണ്ടിട്ട് കൊടുക്കാവുന്ന ഏതെങ്കിലുമൊക്കെ സജഷൻസ് പറയാം. മേക്ക് അവൈലബിൾ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. അത്യാവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നുണ്ടോ? ഫ്യൂവലിന് കത്താൻ വേണ്ടി അത്യാവശ്യം വേണ്ടി വരുന്ന ഓക്സിജൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. അത്യാവശ്യത്തിനുള്ള ഓക്സിജൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കത്തും, അല്ലെങ്കിൽ കത്തില്ല. മസ്റ്റ് ബി ഡ്രൈ, നന്നായിട്ട് ഉണങ്ങിയാണ് ഇരിക്കണേന്ന് നോക്കാം. നമ്മൾ ഉണങ്ങിയ കരിയിലേക്കാണ് കത്തിക്കണേ, പെട്ടെന്ന് കത്തില്ലേ? അങ്ങനെ ഓർത്താൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഉണങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? നന്നായിട്ട് കത്തും എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെഷേഴ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ ഫുൾ ആയിട്ട് കമ്പസ്റ്റൻ ചെയ്യാനായിട്ട് പറ്റും. ഞാനെടുത്ത ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.